ലൈംഗികാരോപണ വിവാദങ്ങൾക്കിടെ പാലക്കാട് സജീവമാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ. കോൺഗ്രസ് നേതാക്കളും മുസ്ലിം ലീഗും രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തി. മണ്ഡലത്തിൽ പോകുന്നത് എംഎൽഎയുടെ അവകാശമാണെന്ന് കെ മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കിയത് പാർട്ടിയിൽ നിന്ന് മാത്രമാണെന്ന് PMA സലാമും പ്രതികരിച്ചു. അത് MLA അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൻസിയിൽ പോയിക്കോട്ടെ, നമുക്ക് അതിൽ തലയിടേണ്ട ആവശ്യമില്ല. പിന്നെ നിയോജകമണ്ഡലത്തിൽ MLA പോകരുതെന്നും പറയാൻ നിവർത്തിയില്ല, അത് പോയിക്കോട്ടെ. സാധാരണ രീതിയിൽ മരണ വീടുകളും ഒക്കെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അതിൽ MLAക്ക് സാധാരണ ഉണ്ടല്ലോ, ജനങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരണമല്ലോ. ഇപ്പം അത് MLA ആണല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷണം വരട്ടെ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, കാത്തിരിക്കാം. MLA മുകേഷ് കൊല്ലം മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അതുപോലുള്ള ഒരുപാട് MLAമാർ അവർ ആരോപണ വിധേയരായവർ, FIR രജിസ്റ്റർ ചെയ്തവർ, കേസന്വേഷണം നടക്കുന്നവർ, ചാർജ് ഷീറ്റ് സമർപ്പിച്ചവർ ഒക്കെയുള്ള MLAമാർ കേരള നിയമസഭയിലുണ്ട്. അവരൊക്കെ അവരുടെ മണ്ഡലങ്ങളിൽ പോകുന്നുണ്ടല്ലോ, പാർട്ടിയിലും പോകുന്നുണ്ടല്ലോ. മാത്രമല്ല, അത്തരം ആരോപണങ്ങളിൽപ്പെട്ട ആളുകൾ ആരോപണം ഉന്നയിച്ചവർ പേര് കേസ് കൊടുക്കലും മൊഴിയെടുക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോകാനുള്ള അവകാശമുണ്ട്. അല്ല, കോൺഗ്രസ് പുറത്താക്കിയത് മണ്ഡലത്തിൽ നിന്നല്ലല്ലോ, പാർട്ടിയിൽ നിന്നല്ലേ. അദ്ദേഹം ആ മണ്ഡലത്തിലെ MLA ആണ്. അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിന് നിർവഹിക്കേണ്ടതുണ്ട്. മണ്ഡലത്തിൽ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്ന് തന്നെയാണ് CPM-ന്റെയും BJP-യുടെയും നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രക്ഷോഭവുമായി പാലക്കാട് ഉണ്ടാവുമെന്ന് പറഞ്ഞു. പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് BJP-യുടെ സ്റ്റാൻഡ്. അല്ല, ഇതിനകത്ത് കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡല്ല എടുത്തിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം MLA സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് തിരുത്തുവാൻ തയ്യാറാവണം. അവരുടെ സ്റ്റാൻഡ് കേരളത്തിന് മുന്നിൽ വ്യക്തമാക്കുവാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാവണം. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയേറുന്നു എന്ന് വിലയിരുത്തേണ്ടി വരുമോ? UDF-നകത്തു നിന്നും ലീഗും PMA സലാം അടക്കം MLA എന്ന നിലയ്ക്ക് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരാം. പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ ഉണ്ട്, പാർട്ടി എടുക്കുന്ന നിലപാട്. അതല്ലാതെ MLAക്ക് വരാം, MLAക്ക് പ്രവർത്തിക്കാം, അത് തടയാൻ പറ്റില്ല എന്നാണോ ലീഗ് നിലപാട്? ഇന്നിപ്പോൾ BJP-യും CPM-ഉം ഏതുതരം പ്രതിഷേധങ്ങളാണ് നടത്താൻ പോവുക? MLA എന്ന നിലയ്ക്ക് പരിപാടികളിൽ രാഹുൽ പങ്കെടുക്കുന്നുണ്ടോ? സ്മൃതി, അതായത് ഈ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ രാഹുലിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുന്നു. പിന്നീട് കോൺഗ്രസിലെ പല നേതാക്കൾ, മുതിർന്ന നേതാക്കൾ തന്നെ രാഹുലും കോൺഗ്രസുമായി നിലവിൽ ഒരു രീതിയിലും ബന്ധമില്ല എന്ന രീതിയിൽ പറയുന്നു. കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ടുള്ള ആളുകളെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പാലക്കാട്ടെ നേതാക്കൾ തന്നെ പറയുന്നു. രാഹുൽ സ്വതന്ത്ര MLA ആണെന്ന് പാലക്കാട് DCC പ്രസിഡന്റും പറയുന്നു. പക്ഷേ ഇന്നലെ രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയപ്പോൾ, പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തിയപ്പോൾ രാഹുലിനെ ചേർത്ത് പിടിച്ചത് കോൺഗ്രസിന്റെ നേതാക്കളായിരുന്നു. പല ആളുകളും രാഹുലിനോട് ദീർഘമായിട്ടുള്ള സംഭാഷണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. പിന്നീടാണ് രാഹുൽ പാലക്കാട്ടേക്ക് ഇത്തവണ എത്തിയത്. കൃത്യമായി തന്നെ കോൺഗ്രസ് നേതാക്കളുടെ, പ്രത്യേകിച്ചും UDF-ന്റെ അകത്ത് വലിയൊരു ചർച്ച നടന്നതിന് ശേഷം കോൺഗ്രസ് നേതാക്കൾ നൽകിയ മൗനാനുവാദത്തോടു കൂടിയാണ് രാഹുൽ മണ്ഡലത്തിലേക്ക് എത്തിയെന്നുള്ള സൂചനകൾ പുറത്തു വരികയും ചെയ്തത്. ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളും പുറത്തു വരുന്നത്. കെ മുരളീധരനായിക്കോട്ടെ, അല്ലെങ്കിൽ ലീഗ് നേതാക്കളായിക്കോട്ടെ, രാഹുൽ മണ്ഡലത്തിലേക്ക് എത്തുന്നതോ അല്ലെങ്കിൽ മറ്റു പരിപാടികളിൽ പങ്കെടുക്കുന്ന യാതൊരു രീതിയിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിനെ തീർത്തും സംരക്ഷിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ പാലക്കാട്ടെ മുസ്ലിം ലീഗ് മാത്രം ഇപ്പോൾ ഒരു കുറച്ചുകൂടി കടന്ന ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്, രാഹുൽ അഗ്നിശുദ്ധി വരുത്തേണ്ടതുണ്ട്. രാഹുലിനെ വിജയിപ്പിച്ച വോട്ടർമാരുടെ മുന്നിൽ ശുദ്ധതയും കാര്യങ്ങളെല്ലാം രാഹുൽ കൃത്യമായി ശുദ്ധനാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ രാഹുലിന്റെ ഭാഗത്തു നിന്ന് തന്നെ വേണം. അഗ്നിശുദ്ധി വരുത്താൻ രാഹുൽ തയ്യാറാവണമെന്ന് പാലക്കാട്ടെ മുസ്ലിം ലീഗും പറയുന്നുണ്ട്. ഏതായാലും കോൺഗ്രസും UDF-ഉം രാഹുലിനെ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ BJP-യും CPM-ഉം രാഹുലിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുകയാണ്. വനിതാ നേതാക്കളെ, വനിതാ പ്രവർത്തകരെ രംഗത്ത് ഇറക്കിക്കൊണ്ട്, പാലക്കാട് മണ്ഡലത്തിൽ ഇറക്കിക്കൊണ്ട് തന്നെ രാഹുലിനെതിരെ വ്യാപകമായി പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് CPM-ന്റെയും BJP-യുടെയും എല്ലാം നേതാക്കൾ ഒരുപോലെ അറിയിച്ചിട്ടുള്ളത്. നാളെ മുതൽ തന്നെ രാഹുലിനെതിരായിട്ടുള്ള വ്യാപക പ്രതിഷേധങ്ങൾ പാലക്കാട് അരങ്ങേറുമെന്നും BJP-യുടെയും CPM-ന്റെയും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ശരി, ഇക്ബാൽ അറക്കലാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.